ഐ ലവ് ലേണിംഗ് നിങ്ങളുടെ ഈ സ്വന്തം മിഥില മിസ്സാണ്. അപ്പൊ എന്റെ കുഞ്ഞുങ്ങളെല്ലാവരും സ്കൂളൊക്കെ തുറക്കാനായി സ്കൂളിലേക്ക് പോവാനായി റെഡിയായി ഇരിക്കുകയാണ് അല്ലേ. അപ്പൊ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഓൾറെഡി പഠിക്കാനുള്ളതൊക്കെ പഠിച്ചു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പാർട്ട് 1 ലൈവ് ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ എന്നാലും എനിക്ക് തോന്നി ഈ ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ ഇടുകയാണെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആകുമെന്ന്. അപ്പൊ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ് അല്ലെ. അപ്പൊ ആറ്റത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. സിമ്പിൾ. അപ്പോ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ആറ്റത്തിനുള്ളിൽ ആരൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ആറ്റത്തിന്റെ ഉള്ളിലായിട്ട് 3 ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകൾ ഉണ്ട്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ ഉണ്ട്, ഇനി ചാർജ് ഇല്ലാത്ത ന്യൂട്രൽ ആയിട്ടുള്ള ന്യൂട്രോണുകൾ ഉണ്ട്. ഓക്കെയാണോ? അപ്പോ ഇവരൊക്കെ ആറ്റത്തിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ആറ്റത്തിന്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അല്ലെ. ആറ്റത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഇവരെയൊക്കെ നമ്മൾ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സബ് അറ്റോമിക കണികകൾ എന്ന് പറയുന്നത്. അപ്പോ നിങ്ങളോട് ചോദ്യ പേപ്പറിൽ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഏതൊക്കെ എന്ന് ചോദിച്ചാൽ എന്റെ കുഞ്ഞുങ്ങൾ ഏതൊക്കെയാ പറയേണ്ടത്? പ്രോട്ടോൺ പറയണം, ന്യൂട്രോൺ പറയണം, ഇലക്ട്രോൺ പറയണം. ഇവരുടെയൊക്കെ ചാർജുകൾ കൃത്യമായിട്ട് ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ആണ്, ന്യൂട്രോൺ ചാർജ് ഇല്ലാത്ത ആളാണ്, ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ഉള്ള ആളാണ്. ഇനി ഇവരുടെ ഈ പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോണുകളുടെ ശരിക്കുമുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയൂ. ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ഈ പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും ന്യൂട്രോണുകളും ഒക്കെയാണ് ഇവരുടെ നമ്പേഴ്സ് ആണ് ഒരാളെ തിരിച്ചറിയാനായിട്ട് നമ്മളെ സഹായിക്കുക. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റോമിക് നമ്പറും മാസ് നമ്പറും എന്താണെന്നുള്ളതാണ്. എന്താ മക്കളെ അറ്റോമിക് നമ്പർ? നിങ്ങൾ NMMSന് വേണ്ടിയിട്ടൊക്കെ ഇത് പഠിച്ചതാണ് എന്ന് മിസ്സിന് അറിയാം. അപ്പൊ എന്റെ കുഞ്ഞുങ്ങളെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്താണ് അറ്റോമിക് നമ്പർ, എന്താണ് മാസ് നമ്പർ. അപ്പോ ഒരു ആറ്റത്തിനുള്ളിൽ പോസിറ്റീവ് ചാർജുള്ള കുറച്ച് കണികകൾ ഉണ്ട് എന്ന് മിസ് പറഞ്ഞില്ലേ. ആരായിരുന്നു ആ പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ്? പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ആയിരുന്നു നമ്മുടെ പ്രോട്ടോൺസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഒരു ആറ്റത്തിലെ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, പ്രോട്ടോണിനെ ഞാൻ P എന്ന് വിളിക്കും. ഓക്കെ. അപ്പോ പ്രോട്ടോണുകളുടെ എണ്ണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ Z. Z എന്ന് പറയുന്ന സിമ്പൽ ഉപയോഗിച്ചിട്ടാണ്, ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് അറ്റോമിക് നമ്പറിനെ നമ്മൾ സൂചിപ്പിക്കാറുള്ളത്. അപ്പൊ ഇനി അറ്റോമിക് നമ്പർ എന്താണെന്ന് ചോദിച്ചാൽ നെഞ്ച് വിരിച്ചെന്ന് പറയണം. മിസ് എനിക്കറിയാം, അത് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ എന്റെ മക്കളെ വിചാരിച്ചു നോക്ക്, എന്റെ കയ്യിൽ 10 പ്രോട്ടോൺ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അറ്റോമിക് നമ്പർ എത്രയായിരിക്കും? അറ്റോമിക് നമ്പർ Z എന്ന് പറയുന്നതും 10 ആയിരിക്കും. എന്റെ കയ്യിൽ 12 പ്രോട്ടോൺ ഉണ്ടെന്ന് വിചാരിച്ചു നോക്ക്. അപ്പൊ അറ്റോമിക് നമ്പറും 12 ആയിരിക്കും കേട്ടോ. സോ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് നമ്മുടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഇനി ഒരാറ്റം എടുത്തു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്റെ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും എപ്പോഴും തുല്യമാണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർ ഓൾവേസ് ഈക്വൽ. ഫോർ എക്സാമ്പിൾ, എന്റെ കയ്യിൽ 8 പ്രോട്ടോൺ ഉണ്ട് എന്ന് വിചാരിക്കാം. 8 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ എന്റെ അറ്റോമിക് നമ്പർ Z എത്രയായിരിക്കും? 8 ആണ്. 8 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 8 ആണ്. ഈ ഒരു ബന്ധം എന്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ? ഇനി ഞാൻ നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ ഇത് പറഞ്ഞു തരാം. കൃത്യമായിട്ട് മിസ് പറഞ്ഞു തരാം. എന്റെ കുഞ്ഞുങ്ങളെ വിചാരിക്കുക, എന്റെ കയ്യില് അല്ലെങ്കിൽ എന്റെ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ Z എന്ന് പറയുന്നത് 13 ആണ് എന്ന് വിചാരിക്കുക. അപ്പൊ എന്റെ കയ്യിൽ എത്ര പ്രോട്ടോൺ ഉണ്ടാവും? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അല്ലെ. അപ്പൊ അറ്റോമിക് നമ്പർ 13 ആണെങ്കിൽ ഇവിടെ 13 പ്രോട്ടോൺ ഉണ്ടാകും. ഇനി 13 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ അവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 13 ഇലക്ട്രോൺ തന്നെ. കാരണം ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം എന്ന് പറയുന്നത് തുല്യമായിരിക്കും. സിമ്പിൾ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഇനി അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ നമ്പറിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. കുറച്ചും കൂടെ മാസ് ആയിട്ടുള്ള ഒരാള്. ആരാ അത്? മാസ് നമ്പർ. എന്തായിരിക്കും മക്കളെ ഈ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ? മാസ് ആയിട്ടുള്ള ഒരാളാണ്. എന്താണെന്നറിയോ? ഒരാറ്റത്തിലെ ഞാൻ എഴുതി തരാമേ, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണേ എന്താണ് സംഭവം എന്ന്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണേ. P+N
അതെന്താ സംഭവം മക്കളെ? P for proton, N for neutron. അപ്പൊ P പ്ലസ് N എന്ന് പറഞ്ഞാലോ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെ എണ്ണം കൂട്ടിയാൽ ഒരു നമ്പർ കിട്ടും അല്ലെ? ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും നമ്പർ കൂട്ടിയാൽ എണ്ണം കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന നമ്പറിനെയാണ് നമ്മൾ മാസ് നമ്പർ അഥവാ എ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും. അപ്പൊ മാസ് നമ്പർ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം കൂട്ടിയാൽ കിട്ടുന്ന നമ്പറാണ്. സിമ്പിൾ അല്ലേ? അപ്പൊ എന്റെ മക്കള് വിചാരിച്ചേ, എന്റെ കയ്യില് 13 പ്രോട്ടോൺ ഉണ്ട്, 14 ന്യൂട്രോൺ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ മാസ് നമ്പർ എത്രയായിരിക്കും? മാസ് നമ്പർ കിട്ടണമെങ്കിൽ P പ്ലസ് എന്ന് ചെയ്താൽ മതി. പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെ എണ്ണം കൂട്ടിയാൽ മതി അല്ലെ? അപ്പൊ 13 പ്ലസ് 14 27 എന്ന് കിട്ടും. ഇനി എന്റെ അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ Z എത്രയാണ്? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ അത് പ്രോട്ടോണുകളുടെ എണ്ണം തന്നെയാണ് അല്ലെ? അപ്പൊ പ്രോട്ടോണുകളുടെ എണ്ണം 13 ആണെന്ന് തന്നിട്ടുണ്ട്. സോ അറ്റോമിക് നമ്പർ 13 ആണ്. ഇപ്പൊ കൃത്യമായിട്ട് മനസ്സിലായോ? അപ്പൊ പ്രോട്ടോണുകളുടെ എണ്ണത്തെ അറ്റോമിക് നമ്പർ എന്നും പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണത്തെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതിനെ മാസ് നമ്പർ എന്നും പറയാൻ സാധിക്കും. ഇനി ഒരാറ്റം തന്നിട്ടുണ്ട്, എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റം ഉണ്ട്. സിമ്പിൾ ഇസ് നോട്ട് റിയൽ, പ്രതീകം യാഥാർത്ഥ്യമല്ല കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒക്കെ എങ്ങനെ എഴുതാന്നറിയോ മക്കളെ? എപ്പോഴും താഴെ എഴുതുന്ന നമ്പർ ആണ് അറ്റോമിക് നമ്പർ, മേലെ എഴുതുന്ന നമ്പർ ആണ് മാസ് നമ്പർ. അങ്ങനെയാണെങ്കിൽ ഈ എക്സിന്റെ അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ Z എത്രയായിരിക്കും? താഴെ എഴുതിയിട്ടുള്ള നമ്പർ നോക്കുക, 7 ആയിരിക്കും അല്ലെ? മാസ് നമ്പർ എത്രയായിരിക്കും? അല്ലെങ്കിൽ A എത്രയായിരിക്കും? മേലെ എഴുതുന്ന നമ്പർ നോക്കുക അല്ലെ? 14 ആയിരിക്കും. അപ്പൊ അറ്റോമിക് നമ്പർ 7 ആണ്, മാസ് നമ്പർ എന്ന് പറയുന്നത് ഇവിടെ 14 ആണ്. ഇനി ഇവിടെ എത്ര പ്രോട്ടോൺ ഉണ്ട് എന്ന് എന്റെ കുഞ്ഞുങ്ങൾക്ക് കണ്ടുപിടിക്കാമോ? ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലെ? പ്രോട്ടോണുകളെ എണ്ണം കിട്ടണമെങ്കിൽ അറ്റോമിക് നമ്പർ നോക്കിയാൽ മതി. ഇവിടെ അറ്റോമിക് നമ്പർ 7 ആണ്. സോ ഇവിടെ 7 പ്രോട്ടോൺ ഉണ്ട്. ഇനി 7 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ ഈ ആറ്റത്തിന്റെ കയ്യിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? സിമ്പിൾ, 7 ഇലക്ട്രോൺ ഉണ്ടാവും. കാരണം ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം എപ്പോഴും തുല്യമാണ്. ഇനി ഒരാളുടെ എണ്ണം കൂടെ കിട്ടാനുണ്ടല്ലോ, അതാരാ? നമ്മുടെ ന്യൂട്രോൺ. പാവം, അവന്റെ നമ്പർ കൂടെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? കണ്ടുപിടിക്കാം മക്കളെ. ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടണമെങ്കിൽ A മൈനസ് Z ചെയ്താൽ മതി. A എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ, Z എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ. അപ്പൊ ഒന്ന് ചെയ്ത് നോക്കിക്കേ. അറ്റോമിക് നമ്പർ മാസ് നമ്പർ എത്രയാന്ന് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ? A അല്ലെങ്കിൽ മാസ് നമ്പർ 14 ആണ്, അറ്റോമിക് നമ്പർ 7 ആണ്. അപ്പോൾ 14 മൈനസ് 7 7. ഈ ഒരാറ്റത്തിന്റെ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എല്ലാവരുടെ എണ്ണവും തുല്യമാണ്. അത് 7 ആണ് എന്നർത്ഥം. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ആളെ നമുക്ക് ചെയ്ത് നോക്കാം. ക്ലോറിൻ, Cl എന്ന് പറഞ്ഞാൽ ക്ലോറിന്റെ സിമ്പൽ ആണ് അല്ലെ? ഇവന്റെ അറ്റോമിക് നമ്പർ എത്രയായിരിക്കും? താഴെ എഴുതുന്ന നമ്പർ നോക്കിക്കേ, 17. ഇവന്റെ മാസ് നമ്പർ എത്രയായിരിക്കും? മേലെ എഴുതുന്ന നമ്പർ നോക്കിയാൽ മതി അല്ലെ? 35 ആണ്. ശരിയല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര പ്രോട്ടോൺ ഉണ്ടാവും? അറ്റോമിക് നമ്പർ 17 ആണെങ്കിൽ ഇവിടെ 17 പ്രോട്ടോൺ ഉണ്ടാവും. 17 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 17 ഇലക്ട്രോൺ ഉണ്ടാവും. ഇനി നമുക്ക് ന്യൂട്രോണിന്റെ എണ്ണം കണ്ടെത്താം. A മൈനസ് Z ചെയ്താൽ മതി. ഇവിടെ മാസ് നമ്പർ എത്രയാ? 35. അറ്റോമിക് നമ്പർ 17, 18 എന്ന് ഉത്തരം കിട്ടും. ഈസി മക്കളെ. 4 മാർക്കിന് വരെ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് കൂടെ തരാം എന്ന് മിസ് വിചാരിച്ചത്. ഇനി ഒരു കാര്യം കൂടെ മിസ് പറയട്ടെ, ഇതേപോലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ നിഞ്ച ബാച്ചിലെ മക്കൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അടിപൊളി ഒരു സർപ്രൈസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യാട്ടോ. അപ്പൊ ഇനി പോവരുതേ. ഈ ടോപ്പിക് കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് കമന്റ് ചെയ്യാൻ വേണ്ടി മിസ് ഒരു ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എന്തൊക്കെ കണ്ടുപിടിക്കണം എന്നറിയാമോ? അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഇതിന്റെ ഒക്കെ ഉത്തരം കണ്ടുപിടിച്ചിട്ട് എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും താഴത്തെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ. ദിസ് ഈസ് മീ, നിങ്ങളുടെ സ്വന്തം മിഥില, സൈനിങ് ഓഫ്. ചക്രിയ, ബൈ ബൈ.